അപ്പം ഞാൻ എൻ്റെ ഡോക്യുമെന്റ് തപ്പി നോക്കിയപ്പോൾ എൻ്റെ വാലറ്റ് പാസ്പോർട്ട് കാണാനില്ല. ഞാൻ തിരിച്ച് ഈ ഫ്ലൈറ്റിൽ നമ്മൾ നടന്നാണല്ലോ ഇറങ്ങി വന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ ഓടി കയറി അങ്ങോട്ട് പോകാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ അവിടെ ചെന്ന് സെക്യൂരിറ്റി എന്നോട് എങ്ങടെ പോണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീണ്ടും ചോദ്യം ചെയ്യലാണോ ദൈവമേ. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ബോർണിയോ. അപ്പോൾ അവിടെ എത്തിപ്പെടുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലായിരിക്കും. ശരിക്കും ദൂരയിൽ നിന്ന് നോക്കിയാൽ അവരുടെ ബിഹേവിയർ നമ്മളെ പോലെ തന്നെയാണ്. ചിലപ്പോൾ നമുക്കൊരു അകന്ന ബന്ധുവിനെ കണ്ടൊരു ഫീലായിരിക്കും. ഈ ഫുഡുമായിട്ട് റേഞ്ചർ വരുന്ന സമയത്ത് അവരിങ്ങനെ കൂവി ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. അവർ വിളിക്കുന്നൊരു സമയത്ത് ഇത് ഓരോ മരങ്ങളായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കുക. കുറേ നേരം നമ്മൾ കഴിയുമ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈ ഒരു സൈഡിൽ നിന്ന് വരുന്ന കാണാം. അപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. കാരണം ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ അറിഞ്ഞു പോലുമില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു പോകുന്നൊരു ജീവിയാണ്. ഹായ്, ഞാൻ സുഭാഷ് നായർ. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. നിക്കോൺ ഇന്ത്യയുടെ അംബാസഡറാണ്. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ആഫ്രിക്കയും ഇന്ത്യൻ കാടുകളുമാണ്. ഞാൻ പറയാൻ പോകുന്നത് ബോർണിയോ എന്നുള്ളൊരു ദ്വീപിനെ കുറിച്ചാണ്. ബോർണിയോ എന്ന് പറയുന്ന സ്ഥലം മലേഷ്യയിലും ഉണ്ട്, ഇന്തോനേഷ്യൻ സൈഡിലും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇന്തോനേഷ്യൻ സൈഡിലെ താഞ്ചുങ് പുട്ടിങ് എന്ന കാട്, റെയിൻ ഫോറസ്റ്റിൻ്റെ സൈഡിനെ കുറിച്ചുള്ള കഥയാണ്. അവിടെയാണ് ഞാൻ പോയേക്കുന്നത്. ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ബോർണിയോ. ഇതൊരു രാജ്യമല്ല, ഒരു ദ്വീപാണ്. ബോർണിയോയിലേക്ക് ഞാൻ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഓരോ തവണ പോകുമ്പോഴും ആ കാട് ഒരു പുതിയ അനുഭവമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഞാൻ ബോർണിയോയെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. ഏത് സ്ഥലങ്ങളിൽ പോയാലും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ അവിടുത്തെ ഹാബിറ്റാറ്റിനെ കുറിച്ചും ആ സ്ഥലങ്ങളിലെ ആളുകളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും പഠിച്ചിട്ടാണ് പോകാറ്. കാരണം അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അവിടുത്തെ ലോക്കലൈറ്റ്സുമായിട്ടുള്ള കണക്റ്റ്, അവിടുത്തെ ഹാബിറ്റാറ്റ് അറിയുകയാണെങ്കിൽ അവിടുത്തെ അതിനെക്കുറിച്ചുള്ളൊരു. അപ്പോൾ യാത്രകൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ പ്ലാൻഡ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിലേക്ക് പറയുമ്പോൾ നമ്മൾ ഇന്തോനേഷ്യയിലേക്ക് ഇന്ത്യൻസിന് ചെന്നുവിടാൻ വിസ അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇന്ത്യൻസിന് ഈസി ഫ്രീ വിസയാണ്. പക്ഷേ എങ്കിലും അവിടെ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ക്യൂവിൽ നിൽക്കാൻ ഉള്ള ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് പോകും. അപ്പോൾ വിസ കിട്ടാൻ വേണ്ടി നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് വരുമ്പോഴുള്ളൊരു ക്യൂ ഒഴിവാക്കാം. അത്ര സമയം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. കാരണം ഓരോ സമയവും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എത്രയും സമയം നമ്മൾ കൂടുതൽ ഈ റെയിൻ ഫോറസ്റ്റുകളിൽ നമുക്ക് ചിലവാക്കാമോ അത്രയും നല്ലതാണ്. ഞാൻ ആദ്യം പോയത് കൊച്ചിയിൽ നിന്നും ജക്കാർത്ത എത്തിപ്പെടാൻ വേണ്ടിയാണ്. ജക്കാർത്തയാണ് ബോർണിയോയുടെ എൻഡ് ഓഫ് ഫ്ലൈറ്റ്. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ജക്കാർത്തയിലേക്കാണ് എടുക്കുന്നത്. ജക്കാർത്തയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചിയിൽ നിന്നും മലേഷ്യ പോയി, മലേഷ്യയിൽ നിന്നും ജക്കാർത്ത. അപ്പോൾ ജക്കാർത്തയിൽ നിന്നും പിന്നെ അവിടുത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ എത്തിപ്പെടാൻ പങ്കളാൻബൻ എന്ന് പറയുന്ന ഒരു എയർപോർട്ടുണ്ട്, ഡൊമസ്റ്റിക് ഇത്. അപ്പോൾ ഡൊമസ്റ്റിക്കിലേക്ക് എത്തിപ്പെടണം. അപ്പോൾ നമുക്കൊരു വൺ സൈഡ് തന്നെ ഓൾമോസ്റ്റ് 3 to 4 ഫ്ലൈറ്റ്സ് ചില സമയങ്ങളിൽ എടുക്കേണ്ടി വരും ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ. പക്ഷേ ഇത്തരം ഫ്ലൈറ്റുകളൊക്കെ നമ്മൾ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ കോസ്റ്റ് അത്ര ഹൈ അല്ല. നമുക്ക് അന്ന് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഓൾമോസ്റ്റ് 30+ കിട്ടി. ഇപ്പോഴും ഏകദേശം അതേ പ്രൈസിൽ നമുക്ക് കിട്ടും. പ്രത്യേകിച്ചും കൊൽക്കത്ത, കൊച്ചി അങ്ങനത്തെ സൈഡുകളിൽ നിന്നൊക്കെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഫ്ലൈറ്റുകൾ കിട്ടും. ജക്കാർത്തയിൽ നിന്ന് കയറി നമ്മൾ പങ്കളാൻബനിൽ വന്ന് ഇറങ്ങി. അവിടുത്തെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ പങ്കളാൻബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എയർപോർട്ടാണ്. ഞാൻ ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് നമ്മൾ സാധാരണ ബസ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഫ്ലൈറ്റിൽ ഇറങ്ങി നടന്നു പോവുകയാണ് മറ്റേതിലേക്ക്, അവരുടെ ഏരിയയിലേക്ക്. ടാക്സിയൊക്കെ വിളിക്കുന്നിടത്തേക്ക് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നടന്നിറങ്ങുന്നു, നടന്ന് തന്നെ പോകുന്നു. നമ്മുടെ പണ്ടത്തെ കൊച്ചി എയർപോർട്ടിലേക്ക് അങ്ങനെയായിരുന്നല്ലോ, അന്ന് പറഞ്ഞ പോലെ നമ്മൾ നടന്നിറങ്ങി പോകുന്നു. ഞാൻ അവിടെ ഇറങ്ങി എൻ്റെ ബാഗേജൊക്കെ നോക്കി നിൽക്കുകയാണ്. ബാഗേജൊക്കെ നോക്കി ഇങ്ങനെ നിന്ന സമയത്ത് പുറത്തേക്ക് പോകാൻ നേരത്തെ അവിടെ ചില സമയത്ത് അവരിങ്ങനെ നമ്മുടെ ഡോക്യുമെൻ്റ് ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് തപ്പി നോക്കിയപ്പോൾ എൻ്റെ വാലറ്റ്, പാസ്പോർട്ട് കാണാനില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനാകെ ടെൻഷനായിപ്പോയി. ഞാൻ വിചാരിച്ചു അയ്യോ, ആകെ ടെൻഷനായിട്ട് എന്ത് സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത കാരണം ഞാൻ തിരിച്ചപ്പോൾ എനിക്കൊരു തോന്നൽ തോന്നുന്നു, ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ പോക്കറ്റിലെങ്ങാനും ഇട്ട് വെച്ചിരിക്കണ്ടോ. കാരണം അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതാണ്. അപ്പോൾ നമ്മളവിടെ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ മറന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ച് ഈ ഫ്ലൈറ്റിൽ നമ്മൾ നടന്നാണല്ലോ ഇറങ്ങി വന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ ഓടി കയറി അങ്ങോട്ട് പോകാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ അവിടെ ചെന്ന് സെക്യൂരിറ്റി എന്നോട് എങ്ങടെ പോണേ, അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, അത് റൺവേ അല്ലേ, അങ്ങോട്ട് ഒന്നും ഓടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിയോട് കാര്യം പറഞ്ഞു. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അത്ര ഈസി ആയിട്ട് മനസ്സിലാവില്ല എല്ലാവർക്കും. അപ്പം ഞാൻ കുറേ രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിൽ
അവരോട് പറഞ്ഞ് മനസ്സിലാക്കി, അവർ കാര്യം മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഫ്ലൈറ്റിലുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുകയുള്ളൂ, താങ്കൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് ഇതിലേക്ക് വന്നു. തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടായിരുന്നു. അവിടുത്തെ ചെറിയ എയർപോർട്ടാണ്, വളരെ ചെറുതാണ്, ഒരു ഒറ്റ ബെൽറ്റ് ലഗേജ് എടുക്കാനൊക്കെ ഉള്ളു. അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ പാസ്പോർട്ടും ഇതൊക്കെ ഉള്ളൊരു വാലറ്റ് മിസ്സായിട്ടുണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ എനി ഐഡിയ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ സാധാരണ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചു എപ്പോഴാണ് വന്നത്, എന്നാണ് പോകണേ, ചിലപ്പോൾ നമ്മുടെ ഇത് മൊത്തത്തിലുള്ളൊരു രൂപം ഇതൊക്കെ കണ്ടിട്ടാണെന്നോണെന്ന് എനിക്കറിയില്ല. എപ്പോഴും അങ്ങനെ ചോദ്യം ചെയ്യാറുണ്ട്, മിക്കപ്പോഴും കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഇന്തോനേഷ്യ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീണ്ടും ചോദ്യം ചെയ്യലാണോ ദൈവമേ. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ പോയി ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. അവിടെ ഒരു ഓഫീസറുണ്ട്, ഓഫീസറോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു വാലറ്റ് മിസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പേര് ചോദിച്ചു. അദ്ദേഹത്തിനും വലിയ ഇംഗ്ലീഷ് അത്ര വശമൊന്നുമില്ല, നമുക്കറിയാവുന്ന രീതിയിലൊക്കെ പുള്ളിയും ചോദിച്ചു. പിന്നെ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു, ഇതാണ് ഞാൻ. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി അത്യാവശ്യം അത്ര വലിയ വള്ളിയൊന്നുമല്ല എന്ന് തോന്നിക്കൊണ്ടായിരിക്കും തോന്നുന്നു. കുറച്ച് പേരും കാര്യങ്ങളൊക്കെ മാത്രം ചോദിച്ചു. അപ്പോൾ അവരെന്നോട് തിരിച്ചു തന്നു. അവരുടെ കയ്യിൽ കിട്ടിയായിരുന്നു, ആരോ അവിടെ താഴെ വീണ് കിടന്നിട്ട് അവിടെ ഓഫീസിൽ എടുത്തു കൊടുത്തതാണ്. പക്ഷേ ആ ഒരു 10 മിനിറ്റ് ഞാൻ ശരിക്കും ഒന്ന് സ്തംഭിച്ചു പോയി. കാരണം പാസ്പോർട്ടില്ല, പൈസ ഇല്ല, തിരിച്ചു പോകണം. പങ്ക്ലാൻ ബൻ എന്ന് പറഞ്ഞ ജക്കാർത്തമായൊരു എയർപോർട്ടല്ല, ഒരു ചെറിയൊരു എയർപോർട്ടാണ്. അവിടെ നിന്ന് ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെ ഇത് ചെയ്യാം അന്നൊക്കെ ആകെ കൺഫ്യൂഷനായിപ്പോയി. പക്ഷേ ഭാഗ്യം എല്ലാം തിരിച്ചു കിട്ടി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത് പോകുന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പങ്ക്ലാൻബണിൽ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് പോകാൻ വേണ്ടി, ക്ലോട്ടോക്കിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് കുമായി എന്നുള്ള ഗേറ്റ് വേ ഓഫ് ദ റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്, ഹൗസ് ബോട്ടിലേക്ക് കയറുന്നത്. പിന്നെ അവിടുത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തൊരു 3 ദിവസം ഹൗസ് ബോട്ടിലായിരിക്കും താമസം. നമ്മളിവിടെ ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെയുള്ള ക്ലോട്ടോക്ക് എന്നാണ് അവർ വിളിക്കുന്നതിന്, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ താമസം. അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ടോട്ടലി ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിലേക്കാണ്. അവിടുത്തെ ചൂടും അവിടുത്തെ പച്ചപ്പും അവിടുത്തെ ഈർപ്പം, ഹ്യൂമിഡിറ്റി, കാരണം സീ സൈഡാണ്, അപ്പോൾ ഹ്യൂമിഡിറ്റി. അവിടെ റോഡുകളെക്കാളും കൂടുതൽ നദികളാണ്, മനുഷ്യരെക്കാളും കൂടുതൽ കാടുകളാണ് എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ എത്തിപ്പെടുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലായിരിക്കും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 3 ഡേയ്സ് ഞാൻ താമസിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു ഡിജിറ്റൽ ഡീറ്റോക്സേഷൻ ആണ്. നമുക്ക് നെറ്റ്വർക്ക് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഇതൊന്നുമില്ല. അപ്പോൾ ഇനിയുള്ള 3 ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞ പ്രകൃതിയും ഇതുമായിട്ടുള്ളൊരു ബന്ധമാണ്, എങ്ങനെ അത് എൻജോയ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുകയാണ്. കാരണം ബാക്കിയുള്ള കാടുകളിൽ ആഫ്രിക്കയിൽ വരെ പോയി കഴിഞ്ഞാൽ 4G 5G ഒക്കെ ഉള്ള സമയമാണിപ്പോൾ. പക്ഷേ നമ്മുടെ കൂടെ ഈ ഹൗസ് ബോട്ടിൽ അത് ഓടിക്കുന്ന ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും, പിന്നെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ ഒരാളുണ്ടാവും, പിന്നെ അങ്ങനെ ഒരു 3-4 പേര് അതിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഇതിനെക്കുറിച്ച് വളരെ അറിവുള്ളവരാണ്, ഈ സ്ഥലത്തെക്കുറിച്ചും. അവർക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കര വാചാലമായിരിക്കും. അതായത് അവർക്ക് ഇതാണ് അവരുടെ ജീവിതം. അപ്പോൾ ആ സ്ഥലങ്ങളിലുള്ള എല്ലാവരും അത്രയ്ക്ക് ആ കാടിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാർ അവിടെ ചെല്ലുന്നു, അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അവരങ്ങനെ ഒരു ഭയങ്കര ലക്ഷൂറിയസ് സെറ്റപ്പുകളൊന്നുമല്ല, പക്ഷേ വളരെ മിതമായിട്ട് ഒരു ജീവിതം വളരെ ലളിതമാണ് അവിടെ. രാവിലെ എണീക്കുന്നു, കുറേ കിളികളുടെയും അല്ലെങ്കിൽ ഗിബൺസിൻ്റെ സൗണ്ട്, സൺറൈസ് വരുന്നു, വളരെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ഇതായിരിക്കും. രാവിലെ തന്നെയൊക്കെ നോക്കുമ്പോൾ റിവറിൻ്റെ തട്ട് മുഴുവൻ മഞ്ഞുമാതിരി നിൽക്കും. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൽ നിന്ന് നമുക്ക് ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ രാവിലെ തന്നെ എണീക്കുന്നത്. അപ്പോൾ ദിവസം വളരെ ലളിതമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ സൺറൈസ്. അപ്പോൾ രാവിലെയും ഈവനിങ്ങിലുമാണ് നമുക്ക് അധികം ചാൻസ് കിട്ടുന്നത് ഓരോന്നിനെ കാണാനും, ഓരോ അനിമൽസിനെ കാണാനും. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നത് വളരെ ലളിതം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു, അവിടുത്തെ ഫുഡും ഇതുമൊക്കെ വളരെ നല്ലതാണ്. നമുക്കവിടെ റൈസ് കിട്ടും, ചിക്കൻ കിട്ടും, ഫിഷ് കിട്ടും, പിന്നെ കുറേ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് കിട്ടും നമുക്ക്. പക്ഷേ ഇവരുടെ ഫുഡ് എന്ന് പറയുമ്പോൾ വളരെ അത്ര സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡൊന്നുമല്ല. നമുക്ക് സ്പൈസി വേണം എന്ന് അവരോട് പറഞ്ഞാൽ പോലും അവർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ മസാലകളോ അതൊന്നുമില്ല. കാരണം നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവിടുത്തെ സ്ഥലത്തെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാകുമ്പോൾ അവിടുത്തെ ആഹാരങ്ങളും എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ ഓരോ കാടുകളിൽ പോകുമ്പോഴും ആ കാടുകളിലുള്ള ജീവികളെക്കുറിച്ച് എന്തായാലും സെർച്ച് ചെയ്തും ഇതൊക്കെ ചെയ്തിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ആഫ്രിക്കയ്ക്ക് പോകുമ്പോൾ ലയൺസ്, ഇന്ത്യയിലേക്ക് ആണെങ്കിൽ മെയിൻ ടൈഗർ, എലഫൻസ്, അങ്ങനെ. പക്ഷെ ബോർണിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് അതുപോലെ തന്നെയുള്ളൊരു
ഇതാണ് ഒറാങ്ങുട്ടാൻ. ബോർണിയോ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒറാങ്ങുട്ടാനായിരിക്കും. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒറാങ്ങുട്ടാനെ ഫോട്ടോഗ്രാഫി ചെയ്യാനാണ് മെയിനായിട്ട് എല്ലാവരും തന്നെ പോകുന്നത്. വേറെയും ജീവികളുണ്ട്, ഇപ്പോൾ പ്രൊബോസ്കീസ്, മങ്കീസ്, സൺബിയർ അങ്ങനെയൊക്കെ ഉണ്ട്, അത് വേറെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നൊരു സ്പീഷീസ് അവിടെ ഉള്ളത് ഒറാങ്ങുട്ടാനാണ്. ഒറാങ്ങുട്ടാൻ എന്ന് പറയുമ്പോൾ തന്നെ ഉട്ടാൻ എന്നുള്ള ഒരു 2 വാക്കാണത് ഇന്തോനേഷ്യൻ ഭാഷയിൽ. ഒറാങ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ, ഉട്ടാൻ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. അപ്പോൾ ഒറാങ്ങുട്ടാൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഓഫ് ദ ഫോറസ്റ്റ് അല്ലെങ്കിൽ മാൻ ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് വിളിക്കാനുള്ള ഇത് മാത്രമല്ല, ഒരു പരിധി വരെ അത് ശരിയുമാണ്. കാരണം 97% ഓഫ് ദ DNA മാച്ചസ് വിത്ത് ഹ്യൂമൻ ആണ് ഒറാങ്ങുട്ടാൻ്റെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഹ്യൂമൻ എന്ന് ഞാൻ വിളിക്കും. കാരണം അവർ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കിൽസും, ശരിക്കും ദൂരയിൽ നിന്ന് നോക്കിയാൽ അവരുടെ ബിഹേവിയർ നമ്മളെപ്പോലെ തന്നെയാണ്. ചിലപ്പോൾ നമുക്കൊരു അകന്ന ബന്ധുവിനെ കണ്ടൊരു ഫീലായിരിക്കും. കാരണം അവരുടെ ബിഹേവിയർ ഒരു പരിധി വരെ അങ്ങനെയാണ്. നമ്മൾ കാണുമ്പോൾ അത് മനസ്സിലാവും. ആദ്യം കാണുമ്പോൾ തന്നെ നമുക്കൊരു കണക്റ്റ് ഫീൽ ചെയ്യും. ഒറാങ്ങുട്ടാനുകൾ ഭൂരിഭാഗം ടൈമും മരങ്ങളുടെ മുകളിലാണ് ജീവിക്കുന്നത്. അവരുടെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുള്ള് മരത്തിലൂടെ സഞ്ചരിക്കും, മരത്തിൽ തന്നെ ഉറങ്ങും. അങ്ങനെയാണ് അവർ ഓരോ സമയങ്ങളും ഓരോ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ടൈമിലും ഡിഫറെൻറ്റ് നെസ്റ്റുകൾ ഉണ്ടാക്കി മരങ്ങളുടെ മുകളിലാണ്. പക്ഷേ ബോർണിയോയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ബോർണിയോയിൽ നമ്മൾ പോകുമ്പോൾ, നമ്മൾ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് റിവർ സൈഡിലൊക്കെ നമുക്ക് കാണാം. ബോർണിയോയിൽ ഒരുപാട് കുറേ ഫീഡിങ് സെൻറ്റേഴ്സുകളുണ്ട്. ഇത് ഫീഡിങ് സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കാം, വൈൽഡ് അനിമൽസിന് എന്തിനാണ് ഫീഡിങ് സെൻറ്റർ എന്ന് ചോദിക്കാം. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്ന, ഒരുപാട് ഡീഫോറസ്റ്റേഷനും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുത്തിട്ട് ഈ ഫീഡിങ് സെൻറ്ററുകളിലാണ് അധികവും ഒറാങ്ങുട്ടാനുകൾ വരുന്നത്. പക്ഷേ എന്ന് കരുതി ഇതൊരു സൂവോ അല്ലെങ്കിൽ ഒരു എൻക്ലോഷറോ ഒന്നുമല്ല. താഞ്ചുങ് പുട്ടിങ്ങിൽ മെയിനായിട്ടുള്ള 3 ഫീഡിങ് സെൻറ്ററുകളുണ്ട്. താഞ്ചുങ് ഹരാപ്പൻ, പോണ്ടൂക്ക്, പിന്നെ ക്യാമ്പ് ലേക്ക്. ഇതിൽ ക്യാമ്പ് ലേക്ക് എന്ന് പറയുമ്പോൾ വെറും ഒരു ഫീഡിങ് സെൻറ്റർ മാത്രമല്ല, അത് ഒരു കൺസർവേഷൻ്റെ ചരിത്രമാണ്, അതൊരു ഭാഗമാണ്. അത്രയ്ക്ക് വലുതാണ് ഈ ക്യാമ്പ് ലേക്കിയുടെ കഥ. കാരണം അവിടെ നിന്നാണ് എല്ലാം ഇതിനെക്കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ളൊരു ഫീഡിങ് സെൻറ്ററുകളിലൊന്നാണ് ക്യാമ്പ് ലേക്ക്. ഇതെല്ലായിടത്തും നമുക്ക് അവിടെ പോകുമ്പോൾ പോകാൻ പറ്റും. ഈ ഒരു ബോട്ട് ഇതിങ്ങനെ പോകും, ഓരോ സ്ഥലങ്ങളിൽ അവർ നിർത്തും. അവിടെ പോയിട്ട് ഒരു 1-1.5 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ബോട്ടിലേക്ക് വരാം. നമുക്ക് രാവിലെ പോവാം. ഇത് ഓപ്പണിങ് ഓരോ സമയങ്ങളുണ്ട്. ഇവർ ഫീഡിങ് ചെയ്യുന്ന ആ ടൈമിൽ പോയി നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫീഡിങ് സെൻറ്ററുകളിലും ഇവരുടെ റേഞ്ചേഴ്സ് ഓരോ സമയങ്ങളിലായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ പോകുന്നത് ബോട്ടിൽ ഓരോ ഫീഡിങ് സെൻറ്ററുകളുടെ സൈഡിൽ നിർത്തും. അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു 1 കിലോമീറ്റർ അല്ലെങ്കിൽ ചില ഫീഡിങ് സെൻറ്ററുകളിൽ അത്രയും ദൂരം പോലും ഇല്ല, നടന്നു പോയി അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ഫീഡിങ് സെൻറ്ററുകളിലും ഓരോ സമയത്ത് റേഞ്ചേഴ്സ് പോയിട്ട് ഇങ്ങനെ വയ്ക്കും. ബനാന ആയിരിക്കും, ചിലപ്പോൾ മധുരക്ക, സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാവാനും കുറേ അങ്ങനെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ടൂറിസ്റ്റുകൾ അധികം, ഫോട്ടോഗ്രാഫേഴ്സിനേക്കാളും കൂടുതൽ ടൂറിസ്റ്റുകൾ അവിടെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ. ഒരുപാട് യൂറോപ്യൻസ് വരുന്നൊരു സ്ഥലമാണ്. ഇന്ത്യൻസിനെ ഞാൻ ഒരുപാട് കണ്ടിട്ടില്ല, വളരെ കുറവാണ് കണ്ടിട്ടുള്ളൂ അവിടെ. പക്ഷേ ഒരുപാട് യൂറോപ്യൻസും അമേരിക്കൻസൊക്കെ വരുന്നൊരു സ്ഥലമാണ്. അവർ വന്നിട്ട് അവിടെ ഇങ്ങനെ ബെഞ്ചിട്ടിട്ടുണ്ട്. ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഇരിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ പോയി ഇരിക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ റേഞ്ചർ ഫുഡുമായി വരുന്നൊരു സമയമുണ്ട്. ഈ ഫുഡുമായിട്ട് റേഞ്ചർ വരുന്ന സമയത്ത് അവരിങ്ങനെ കൂവി ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. അതായത് ഇവരെ വിളിക്കുന്ന സൗണ്ടാണ്. ആ വിളിക്കുന്നൊരു സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മരങ്ങളും, അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോകും. കാരണം അവർ വിളിക്കുന്നൊരു സമയത്ത് ഇത് ഓരോ മരങ്ങളായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കുക. കുറേ നേരം നമ്മൾ കഴിയുമ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈ ഒരു സൈഡിൽ നിന്ന് വരുന്ന കാണാം. ചിലപ്പോൾ ഒരു കുഞ്ഞുമായിട്ടൊരു അമ്മ ഒരു മരത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചാടുന്ന കാണാം. അപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. കാരണം ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ അറിഞ്ഞു പോലുമില്ല.
അത് കഴിഞ്ഞ് കുറേ സമയങ്ങൾ വരുമ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് വന്ന് ഈ ഫുഡ് വെച്ചേക്കണേന്ന് കുറേയൊക്കെ കഴിക്കും. ചിലപ്പോൾ ഭയങ്കര ഡൊമിനൻറ്റ് മെയിലുകളൊക്കെ ഉണ്ടാവും ചിലതിൽ അധികവും അമ്മയും കുഞ്ഞുങ്ങളായിരിക്കും. ഞാൻ ഒരുപാട് കണ്ടേക്കണ അമ്മയും കുഞ്ഞുങ്ങളായിട്ട് വരുന്നതാണ്. കാരണം ഡോമിനൻറ്റ് മെയിൽസൊക്കെ ഒരുമാതിരി അകത്തേക്ക് അവരുടേതായ ഇത് തേടി തന്നെ പോയിക്കൊണ്ടിരിക്കും. അവർ എപ്പോഴും ഫീഡിങ് സെൻ്ററുകളിലേക്ക് വരണമെന്നില്ല. പക്ഷെ എന്നാലും വരുന്നതുണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള കുറേ ഇതുണ്ട്. അപ്പോൾ അവരൊന്നും അകത്ത് പോയി മെനക്കെടാൻ പറ്റില്ലാത്ത തന്നെ ആയിരിക്കും. അവരവിടെ തന്നെ വരുന്നവർ കുറേ ഉണ്ട്. ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഡോമിനൻറ്റ് മെയിൽസും ഈ ഇതായിട്ടുള്ള ഫീമെയിലുകൾക്കൊക്കെ ഈ ഗൈഡുകൾ ഓരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം. അവർക്ക് അതിൻ്റെ ഫേസ് കണ്ടാലും തിരിച്ചറിയാം, അവർക്ക് കറക്റ്റായിട്ട് തിരിച്ചറിയാം. നമ്മുടെ നാട്ടിൽ കടുവയെ തിരിച്ചറിയുന്നവരെയാണ്, അവർക്കത് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്താണ് അധികം ആൾക്കാരും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഞാൻ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയപ്പോൾ ഇവിടെ ഇങ്ങനെ യാത്ര ചെയ്ത് അവിടെ പോയി നിന്നു. അവിടെ ഒരു ഫീഡിങ് സെൻറ്ററിൽ ബോട്ട് നിർത്തി. അപ്പോൾ ഗൈഡ് നമ്മുടെ കൂടെ വരും. അവർ പെർമിറ്റൊക്കെ എടുത്തിട്ടുണ്ട്, അതിന് പെർമിഷനൊക്കെ എടുക്കണം. അതൊക്കെ ഞാൻ ആദ്യമേ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അത് ചെയ്തേക്കണ കാരണം അവരതെല്ലാം ചെയ്ത് അവരുടെ കൂടെ അങ്ങോട്ട് കയറിപ്പോയാൽ മതി. അവർ പറയും വരൂ എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ പോകും. അവിടെ പോയി നമ്മൾ നിൽക്കും. അവിടെ നിന്ന് കഴിയുമ്പോൾ കുറേ ഇത് വരും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി വേണ്ടത് ഒരു ഫീഡിങ് സെൻറ്റർ മാത്രമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, ഇവർ മരത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ചാടുന്ന വഴിയും പിന്നെ കാട്ടിലൂടെ അവരുടെ ഒരു പ്രോപ്പർ എക്കോ സിസ്റ്റം ഉണ്ട്, അവരുടെ ഒരു ഹാബിറ്റാറ്റ് ഉണ്ടല്ലോ, ആ ഹാബിറ്റാറ്റിൽ കൂടെ വരുന്നതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അവിടെ ലൈറ്റ് ഒരു ചെറിയ പ്രശ്നമാണ്, കാരണം ഭയങ്കര തിക്ക് കനോപ്പീസാണ് അവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ ലൈറ്റ് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് തിരഞ്ഞെടുക്കുന്നത്, ഞാൻ സാധാരണ പോകുമ്പോൾ എല്ലാ ഇടത്തും പോകുമ്പോൾ ക്യാരി ചെയ്യുന്ന എൻ്റെ ഒരു ഗിയറുണ്ട്, ഒരു സെറ്റ് ഓഫ് ഗിയറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഏതൊക്കെയായിരിക്കും കൊണ്ടുപോകേണ്ടത്, എങ്ങനെ നമുക്ക് നല്ല വെളിച്ചത്തിൽ നമുക്ക് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും എന്നൊക്കെ നോക്കി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് കൂടുതൽ ഓപ്പണിംഗ് ഉള്ള, അതായത് അപ്പർച്ചർ വാല്യൂ 2.8 ഉള്ള ഇതാണെങ്കിൽ നമുക്ക് ലൈറ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഗിയറാണ് ഞാൻ പർട്ടിക്കുലർലി സെലക്ട് ചെയ്തത്. അതായത് 400 mm നമുക്ക് റീച്ചും വേണം, കാരണം ഇത് മരത്തിൻ്റെ മുകളിലായിരിക്കും അധികവും. അറിയില്ല, ഇത് ചിലപ്പോൾ അടുത്ത് വരും, ചിലപ്പോൾ മരത്തിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ ഏത് റേഞ്ചിലുള്ള ഇതും നമ്മൾ റെഡി ആയിട്ടിരിക്കണമല്ലോ. കാരണം ഇവിടെ നിന്ന് ഇത്രയും പൈസയും കൊടുത്ത് ഇത്രയും സമയം എഫേർട്ട് കൊടുത്ത് നമ്മൾ അവിടെ വരെ പോയിട്ട് തിരിച്ചൊന്നുമില്ലാണ്ട് നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു പ്ലാൻ ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ സാധാരണ ക്യാരി ചെയ്യുന്ന മാതിരി തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എല്ലാ ഗിയേഴ്സും. 400 mm 2.8 അപ്പർച്ചർ ഇതുള്ള, അതായത് ഏറ്റവും മാക്സിമം ഇതുള്ളൊരു ലെൻസാണത് വൈൽഡ് ലൈഫിന്. അതും പിന്നെ 70-200 അതും 2.8 ആയിരുന്നു അപ്പർച്ചർ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ നമുക്കത് കൂടുതൽ ഓപ്പണിംഗ് ഉള്ള കാരണം നമുക്കതിൽ ഒരുപാട് ചാൻസ് ഉണ്ട്. നമുക്ക് ലൈറ്റ് കുറച്ച് കുറഞ്ഞാൽ നമ്മൾ 2.8 കിടുമ്പോൾ നമുക്ക് നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ നിക്കോണിൻ്റെ എല്ലാ ഗിയറുകളും ആയിരുന്നു ഞാൻ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസും ഉണ്ടായിരുന്നു. ഹാബിറ്റാറ്റ് ഷോട്ടുകൾ വളരെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരു മൃഗത്തെ നമ്മൾ ഇത് കാണിക്കുമ്പോൾ ആ മൃഗത്തെ മാത്രമല്ല അതിൻ്റെ ആവാസ വ്യവസ്ഥ, അതായത് അതിൻ്റെ ഒരു ഹാബിറ്റാറ്റുകളും കാണിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ കാണുന്ന ആൾക്ക് ആ സ്ഥലത്തെയും ആ സ്ഥലത്തെ ജീവിയെയും കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. ഈ ഫീഡിങ് സെൻ്ററുകളിൽ വരുന്ന ഓരോ ഒറാങ്ങുട്ടാനുകൾക്കും ഓരോ കഥകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോയവരും അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ചിലത് പെറ്റ് ട്രേഡിങ്ങിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നവർ, ചിലവർ ഹാബിറ്റാറ്റ് ലോസ് വന്ന് വില്ലേജിൽ എത്തിപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരും, അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇവർക്ക്. നമ്മളെപ്പോലെയൊക്കെ തന്നെ നമ്മളൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, ഒരുപാട് ജീവിതത്തിലൂടെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നവരാണ് ഇവരും. അങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് പോകുന്നൊരു ജീവിയാണ്. ഇപ്പോഴും നമ്മൾ ജക്കാർത്തയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി പങ്കളാൻബനിൽ ഇറങ്ങാൻ നേരം നമ്മൾ മുകളിൽ കൂടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ലാൻഡ് ചെയ്യണതിന് മുമ്പ് തന്നെ ഫോറസ്റ്റ് ഡിവൈഡ് ആയേക്കാണ്. ഒരു കുറേ വെച്ച് ലൈൻ വെച്ച് പോയേക്കണ മാതിരിയാണ്. ഒരു സൈഡ് ഫുള്ള് പാം ട്രീസാണ്. പാം ഓയിൽ ഇൻഡസ്ട്രി ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഓരോ പാം ഓയിലിൻ്റെ ഓരോ ഡ്രോപ്പിലും ഇവരുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. കാരണം പാം ഓയിൽ ഇൻഡസ്ട്രി അത്രമാത്രം ഒറാങ്ങുട്ടാൻസിനെ ബാധിച്ചിട്ടുണ്ട്. അത് അവിടെ പോയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ മുകളിലൂടെ പോയാൽ നമ്മളൊരു ഏരിയൽ വ്യൂവിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ രണ്ട് സൈഡ്. ഒരു സൈഡ് ഫുള്ള് പാം ട്രീസ്, ഒരു സൈഡിലേക്ക് ഫോറസ്റ്റ്. ഇതിങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ലോക്കലൈറ്റ്സും അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ റേഞ്ചേഴ്സും ഇവരൊക്കെ ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ കാണുന്ന ഈ ഫീഡിങ് സെൻറ്റേഴ്സ്. കാരണം ഈ ഫീഡിങ് സെൻറ്റേഴ്സ് എത്രമാത്രം അവരെ തിരിച്ച് ജീവിതത്തിലേക്ക്, കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓർത്ത് പോകും ഒരു 50 വർഷത്തിന് ശേഷം ഇവയൊക്കെ ഉണ്ടാകുമോ എന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചു പോകും. കാരണം അങ്ങനെ അത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരതിങ്ങനെ ഓരോ രീതിയിൽ പല രീതിയിലും ശ്രമിച്ച് കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്.